അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ ഇന്ത്യ മഹാരാജ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അതുകൂടാതെ സാമ്പത്തികമായിട്ട് വൻ രീതി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ മറ്റൊരു നമുക്ക് എല്ലാ ഇന്ത്യക്കാർക്കും സന്തോഷകരമായ ഒരു വാർത്ത വന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത്, ജപ്പാനെ പിന്തള്ളി ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പ് തുടരുകയാണ്. അതായത് ലോകത്തെ മുൻനിരയിലുള്ള സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. 4ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ. അമേരിക്ക, ചൈന, ജർമ്മനി, പിന്നെ ഇന്ത്യയാണ്. അപ്പൊ ഇനി ജർമ്മനിയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് മാറും. നമുക്കതിന്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോവാം. ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ 4ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയത്. ഇത് പറഞ്ഞത് നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യനാണ്. ഈ വിവരം എല്ലാവരും അറിയിച്ചിട്ടുള്ളത്. ഇതുവരെ നമ്മുടെ ഇന്ത്യ 5ാം സ്ഥാനത്തായിരുന്നു. അപ്പൊ ജപ്പാനെ പിന്തള്ളിയാണ് ഇന്ത്യ മുന്നിലേക്ക് കുതിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. അതാണ് വളർച്ചയ്ക്ക് ഉള്ള മറ്റൊരു പ്രധാനമായ കാരണം. അതായത് വളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഇന്ത്യയിലുണ്ട്. മാനവ വിഭവശേഷി അത് ആണ് ഇതിൽ പ്രധാനം. മാത്രമല്ല ഉൽപാദന രംഗത്ത് നമ്മൾ കൈവരിക്കുന്ന നേട്ടവും എടുത്തു പറയേണ്ട കാര്യമാണ്. ലോകത്തെ വൻകിട കമ്പനികളും രാജ്യങ്ങളും ഇന്ത്യയുമായി അടുക്കുന്നതും ഈ വിപണി സാധ്യതകൾ കണ്ടിട്ടാണ്. ഇനി ഇന്ത്യക്ക് മുമ്പിൽ 3 പടികൾ മാത്രമേ ഉള്ളൂ 1ാം സ്ഥാനത്തേക്ക് എത്താനായിട്ട്. അപ്പൊ അത് ഭാവിയിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കല്ലാതെ എന്തായാലും എത്തും. അത് എന്ന് എത്തുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം വേണമല്ലോ. അപ്പൊ ആ കടമ്പയും കൂടി ഇന്ത്യ കടന്നു കിട്ടിയാൽ പിന്നെ ലോകത്തിന്റെ നെറുകയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ആഭ്യന്തരമായി ഇന്ത്യ നടപ്പാക്കിയ പല പരിഷ്കാരങ്ങളും ആഗോള സാമ്പത്തിക വ്യാപാര സാഹചര്യവുമാണ് ഈ മുന്നേറ്റത്തിനുള്ള ചില കാരണങ്ങളിൽ ഒന്ന്. അതുകൂടാതെ $4 ലക്ഷം കോടി മൂല്യമുള്ള ഒരു സമ്പദ്ഘടനയായി ഇന്ത്യ മാറി. ഇപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ ഇങ്ങനെ വളരുന്നത്? ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ വളർച്ച സംബന്ധിച്ച് അടുത്തിടെ അന്താരാഷ്ട്ര നാണയനിധി അതായത് IMF സൂചിപ്പിച്ചിരുന്നു. നിലവിലെ മുന്നേറ്റം തുടർന്നാൽ അത് ഇതുപോലെ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ജർമ്മനിയെയും ഇന്ത്യക്ക് പിന്നിലാക്കാൻ കഴിയും. അപ്പോൾ വരും വർഷങ്ങളിൽ ഏകദേശം 3-5 വർഷത്തിനകം 3ാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയരുമെന്നാണ് നമ്മുടെ നീതി ആയോഗ് CEO പറയുന്നത്. നിർമ്മാണ രംഗത്ത് ഇന്ത്യ നടത്തുന്ന കുതിപ്പാണ് ലോക സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാജ്യത്തെ വളർത്തുന്നത്. ഒട്ടേറെ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. ലോകത്തെ പ്രധാന മൊബൈൽ ഫോൺ വിപണിയായി ഇന്ത്യ മാറുകയാണ്. എന്നാൽ അമേരിക്ക ട്രംപ് ഇപ്പം നടത്തുന്ന ചില നീക്കങ്ങൾ ഇന്ത്യക്ക് തിരച്ചടിയാകുമോ എന്ന ആശങ്കയും മറുഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയിൽ വിൽക്കുന്ന ഐഫോണുകൾ അമേരിക്കയിൽ തന്നെ നിർമ്മിച്ചതാകണം എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുൾപ്പെടെ ഉള്ള രാജ്യങ്ങളിൽ നിർമ്മിച്ചതാകരുത് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളെ വെട്ടിലാക്കി ഇറക്കുമതി ചുങ്കം ഇരട്ടിയാക്കുന്ന നടപടിയും ട്രംപ് തുടക്കമിട്ടിരിക്കുന്നു. പിന്നീട് തിരിച്ചടിയാകുമെന്ന് ഭയന്ന് അദ്ദേഹം കുറച്ച് പിന്നോക്കം പോവുകയും ചെയ്തു. എങ്കിലും ഏത് സാഹചര്യത്തിലും ട്രംപ് തീരുമാനം മാറ്റി അധിക ചുങ്കം ചുമത്തിയേക്കാം. അതായത് ട്രംപിൻ്റെയും അമേരിക്കയുടെയും താരിഫ് സംബന്ധിച്ച ഭാവി നടപടികൾ ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. എങ്കിലും ചെലവ് കുറഞ്ഞ ഉൽപാദന രീതി ഇന്ത്യ തുടരുമെന്നും നമ്മുടെ നീതി ആയോഗിൻ്റെ CEO വ്യക്തമാക്കിയിട്ടുണ്ട്. ആസ്തി പണമാക്കി മാറ്റുന്ന പദ്ധതി ഇന്ത്യ തുടരുമെന്ന് അദ്ദേഹം പറയുന്നത്. ആഗസ്റ്റിൽ ഇത് സംബന്ധിച്ച തുടർ നടപടികൾ വീണ്ടും ആരംഭിക്കും. ഓരോ സ്ഥാപനങ്ങളും ധനാഗമ മാർഗമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. വിദേശ നിക്ഷേപം കൂടുതലായി ആകർഷിക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന പദ്ധതിയും ഇതിന്റെ ഭാഗമാണ്. വിദേശ കമ്പനികളെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ക്ഷണിക്കുകയും അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക വഴി ജോലി അവസരം കൂടുതലായി സൃഷ്ടിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ വീണ്ടും മുന്നേറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.